7 ദിവസം ഇതുപോലൊരു നാച്ചുറൽ റെമഡി അല്ലെങ്കിൽ ഹോം റെമഡി ഒന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കൂ. കാലുവേദന, നടുവേദന, മുട്ടുവേദന, എല്ല് തേയ്മാനം പോലുള്ള വേദന കൊണ്ട് നടക്കാൻ വയ്യാത്തവർക്കൊക്കെ ഈ ഒരു ഹോം റെമഡി ഒന്ന് തയ്യാറാക്കി കഴിക്കുക. നല്ല പെയിൻ റിലീഫ് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ എല്ലുകൾക്ക് നല്ല ശക്തിയും ബലവും ലഭിക്കുന്നതായിരിക്കും. ചിലർക്ക് ജോലി സമയത്ത് കൂടുതൽ നേരം നിൽക്കേണ്ടി വന്നാൽ കാലുകളിൽ വേദനയുണ്ടാകാം. അതുപോലെ തന്നെ കൂടുതൽ നേരം നിന്നുകൊണ്ട് ജോലി ചെയ്യുന്നവർക്ക് നടുവേദനയുണ്ടാകാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും വരുന്ന നടുവേദനയും മുട്ടുവേദനയും അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പല വേദനകളും കുറയ്ക്കാൻ സഹായിക്കുന്ന നല്ലൊരു നാച്ചുറൽ റെമഡി അല്ലെങ്കിൽ ഹോം റെമഡിയാണ് ഞാനിന്ന് നിങ്ങളോട് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെ കുറവ്, വൈറ്റമിൻ ഡിയുടെ കുറവ് അല്ലെങ്കിൽ മെഗ്നീഷ്യം, വൈറ്റമിൻ കെ എന്നിവയുടെ കുറവ് മൂലമൊക്കെ ഉണ്ടാകുന്ന ശരീരത്തിലെ പലവിധ വേദനകളും ഇൻഫ്ലമേഷൻസും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന നല്ലൊരു നാച്ചുറൽ റെമഡി കൂടിയാണിത്. ശരീരത്തിന് ബലക്കുറവ് തോന്നുക, കാലുകൾക്ക് ബലക്കുറവ് തോന്നുക, കയ്യിന് ബലക്കുറവ് തോന്നുക എന്നിങ്ങനെ അനുഭവപ്പെടുന്നവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണിത്. പ്രായമാവും തോറും അസ്ഥികൾക്കുണ്ടാകുന്ന തേയ്മാനം കുറയ്ക്കാനും യൂറിക് ആസിഡ് മൂലമുണ്ടാകുന്ന ജോയിൻറ്റ് പെയിൻസ് കുറയ്ക്കാനും ചിലപ്പോഴൊക്കെ അമിതവണ്ണം കാരണം കാലുകൾക്ക് നമ്മുടെ ശരീരഭാരം താങ്ങാനാവാതെ ഉണ്ടാകുന്ന വേദന കുറയ്ക്കാനുമൊക്കെ ഈ ഒരു റെമഡി വളരെ നല്ലതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു റെമഡി തയ്യാറാക്കാനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജീരകമാണ്. ജീരകത്തിലെ ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് എല്ലുകൾക്കുണ്ടാകുന്ന വേദനയും ഇൻഫ്ലമേഷൻസും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കും. കൂടാതെ കാൽഷ്യവും മെഗ്നീഷ്യവും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലുകൾ നല്ല ബലത്തോടെ ഇരിക്കാനും എല്ലുകൾ പൊട്ടുന്നത് തടയാനുമൊക്കെ സഹായിക്കും. ഇനി ഈ ഹോം റെമഡി തയ്യാറാക്കാൻ ആവശ്യമായ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉലുവയാണ്. നമ്മുടെ ശരീരത്തിലെ സകല വേദനകൾ കുറയ്ക്കാൻ സഹായിക്കുന്ന മിക്ക ന്യൂട്രിയൻസ് അടങ്ങിയ നല്ലൊരു ഭക്ഷ്യവസ്തുവാണ് ഉലുവ. കൂടാതെ കാൽഷ്യവും മെഗ്നീഷ്യവും ധാരാളമായി ഇതിൽ കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ബോൺ ഡെൻസിറ്റി കൂട്ടാൻ ഇത് സഹായിക്കും. ആദ്യം നമുക്ക് 1 ടീസ്പൂൺ ജീരകവും 1 ടീസ്പൂൺ ഉലുവയും കൂടെ നന്നായി ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതായത് എണ്ണയില്ലാതെ ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. നന്നായി ചൂടാക്കിയതിനു ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കുക. നല്ല ഫൈനായി പൗഡറാക്കി എടുക്കണമെന്നൊന്നുമില്ല. കുറച്ച് തരികളുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാനിവിടെ പൊടിച്ചെടുത്തതാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാനുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഇതിലേക്ക് കറുവപ്പട്ട പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കറുവപ്പട്ട പൗഡർ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ചുക്ക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി ഉണക്കിയെടുത്തതിനെയാണ് ചുക്ക് എന്ന് പറയുന്നത്. 1/2 ടീസ്പൂൺ ചുക്ക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ള അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈത്തപ്പഴമാണ്. ഞാനിവിടെ കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഈ ഈത്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞെടുക്കുക. ഈത്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഈ മിക്സ്ചർ ഫില്ല് ചെയ്യുക. നമ്മൾ തയ്യാറാക്കി വെച്ച ഈ മിക്സ്ചർ ഉണ്ടല്ലോ, ഇത് ഈ ഈത്തപ്പഴത്തിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. ഞാനിത് 3 ദിവസത്തേക്കാണ് തയ്യാറാക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് ഒരാഴ്ചത്തേക്കൊക്കെ തയ്യാറാക്കി ഇതുപോലെ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. ഇനി ഇത് കഴിക്കേണ്ട രീതിയാണ് പറയുന്നത്. ഒരു ദിവസം 2 ഈന്തപ്പഴം മാത്രമേ കഴിക്കാവൂ. ഈ പൗഡർ നമ്മൾ ഈന്തപ്പഴത്തിലേക്ക് നിറച്ച് കൊടുക്കുന്നില്ലേ, ഈ ഈന്തപ്പഴമാണ് കഴിക്കേണ്ടത്. 2 എണ്ണം വീതം ഒരു ദിവസം കഴിക്കുക. ഭക്ഷണം കഴിച്ചതിന് ശേഷം, അതായത് രാവിലെ ഭക്ഷണം കഴിച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞാണ് കഴിക്കേണ്ടത്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം 2 ഈന്തപ്പഴം കഴിക്കാവുന്നതാണ്. ഈന്തപ്പഴം കഴിച്ചതിന് ശേഷം ഉടനടി 1 ഗ്ലാസ് വെള്ളം കുടിക്കുക. അല്ലെങ്കിൽ പാട നീക്കിയ പാൽ നിങ്ങൾക്ക് കുടിക്കാം. ഇപ്പോൾ ഷുഗറോ അല്ലെങ്കിൽ കൊളസ്ട്രോളോ ഒക്കെ ഉണ്ടെങ്കിൽ പാട നീക്കിയ പാൽ ഉപയോഗിക്കാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് സാധാ വെള്ളം കുടിക്കാവുന്നതാണ്. എല്ലുകളുടെ ബലം കൂട്ടാനും കാൽഷ്യക്കുറവ് പരിഹരിക്കാനും എല്ലുകൾക്കിടയിൽ ഉണ്ടാകുന്ന വേദന, നടുവേദന, മുട്ടുവേദന, യൂറിക് ആസിഡ് മൂലമുണ്ടാകുന്ന വേദന, അങ്ങനെ എല്ലാ വേദനകളും, ശരീരത്തിൻ്റെ സകല വേദനകളും എല്ലുകളുടെ സകല പ്രയാസങ്ങളും കുറയ്ക്കാൻ വളരെ നല്ലൊരു ഹോം റെമഡിയാണിത്. ഈ ഒരു ഹോം റെമഡി എല്ലാവർക്കും തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. അതായത് ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും എല്ലാവർക്കും ഇത് തയ്യാറാക്കി ഉപയോഗിക്കാം. ശരിയായ റിസൾട്ട് ലഭിക്കാൻ ഈ ഒരു റെമഡി 7 ദിവസമാണ് കഴിക്കേണ്ടത്. ഷുഗർ ഉള്ളവരൊക്കെ ഇത് കഴിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് അവരുടെ ബ്ലഡ് ഷുഗർ ഒന്നും കൂടില്ല. കാരണം ഇതിൽ നമ്മൾ സിനാമണൊക്കെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്നൊന്നും ബ്ലഡ് ഷുഗർ ഉയരില്ല. നിങ്ങൾക്കും ഇത് കഴിക്കാവുന്നതാണ്. എല്ലുകൾ നല്ല ബലത്തോടെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും ശരീരത്തിൻ്റെ സകല വേദനകളും കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയിൽ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്